ഗോശ്രീ പാലത്തിലെ ഗതാഗതക്കുരുക്ക് സമാന്തര പാലത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഗോശ്രീ പാലത്തിന്റെ മാതൃകയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ടാർ ചെയ്ത് പ്രതീകാത്മക സമരം നടത്തി. സമരപരിപാടി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തോളമായി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്ന ഗോശ്രീ രണ്ടാം പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർത്താൽ മാത്രമേ വൈപ്പിൻ ജനതയ്ക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ സാധിക്കൂ. പാലം അടച്ചതുമൂലം രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. നിലവിൽ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടു. അതുപോലും അടിയന്തരമായി ടാർ ചെയ്യുവാൻ അധികാരികൾ മടി കാണിക്കുന്നു. മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്തി ചെറിയ കുഴി രൂപപ്പെടുമ്പോൾ തന്നെ അത് ടാർ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പിള്ളി ആവശ്യപ്പെട്ടു. പ്രശ്നം ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികളായ സെക്രട്ടറി ഓജൻ എ.ജെ, പി.കെ. സിദ്ധാർത്ഥൻ, സെബി ഞാറയ്ക്കൽ, ബിജു തുണ്ടിയിൽ, ആന്റണി പുന്നത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഭിവാദ്യങ്ങൾ 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 പോൾ ജെ മാമ്പിള്ളിക്ക് അഭിവാദ്യങ്ങൾ പോൾ ജെ മാമ്പിള്ളിക്ക് അഭിവാദ്യങ്ങൾ 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 ഇവിടെയാണ് ശരിക്കും സ്റ്റെപ്പ്. സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ. ഉടനെ കുറച്ചുകൂടി പരിശീലിച്ചടാ കൽപ്പണി. ഈ പാലത്തിന്റെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഗട്ടറൊക്കെ നമുക്ക് കൃത്യമായിട്ട് അടയ്ക്കണം. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ മൊബൈൽ ടാറിംഗ് ഇടയ്ക്കിടയ്ക്ക് നടത്തിയാൽ മാത്രമേ, അടിയന്തരമായിട്ടുള്ള പാച്ചിങ് നടത്തി കഴിഞ്ഞാൽ റോഡ് ഇതുപോലെ മോശമാകില്ല. ഇവര് മൊബൈൽ പാച്ചിങ്ങിനുള്ള ഒരു സംവിധാനവുമില്ല. അങ്ങനെ അന്ന് ട്രാൻസ്പോർട്ടേഴ്സ് പോണതോ ആളുകൾക്ക് ഉപയോഗപ്പെടുന്നില്ലാത്ത സമയത്താണ്. ഉപയോഗമുള്ള സമയത്ത് കാക്കനാട്ടേക്ക് അവരുടെയൊക്കെ ബസ് വേണ്ടതിന് ഈ 11:30-12 മണിയൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ഓടും. അതുപോലെ ഇവരുടെ പ്രൈവറ്റ് ബസ്സുകാരുടെ കഞ്ഞി മുട്ടിക്കാൻ വേണ്ടി അതിന് ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അശാസ്ത്രീയമായ പ്രവണതയൊക്കെ ആർടിഒയും മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തണം. പ്രത്യേകിച്ച് ഈ റോഡിന്റെ ഈ ഗോശ്രീ പാലത്തിന്റെ പണി എന്ന് തീരും. ഞങ്ങൾ PWD മിനിസ്റ്റർ റിയാസിനെ പോയി കാണുന്നുണ്ട്. റിയാസിന് ഉടനെ ഇന്ന് തന്നെ നിവേദനം അയക്കുന്നുണ്ട്. ആ നിവേദനവും കാര്യങ്ങളും അയച്ച് അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് അയക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും അവരുടെ അനാസ്ഥ വീണ്ടും തുടരുകയാണെങ്കിൽ ഞങ്ങൾ കളക്ടറുടെ റെസിഡൻസിലേക്ക് തന്നെ മാർച്ച് നടത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.